ഇന്നില്ലേ വെറും 3 ചേരുവകൾ കൊണ്ട് ഇതുപോലെ നൈസായ അപ്പം എങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം കേട്ടോ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് അരി കുതിർത്തതാണ്. 6 മണിക്കൂർ കുതിർത്ത അരിയാണ്. ഇതിന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ അപ്പമാണ് കേട്ടോ. നല്ലൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം കഴിക്കാൻ. കറി വേണമെന്നൊന്നുമില്ല, ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിതാ ഒരു 3/4 കപ്പ് ചോറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതിന് പാകത്തെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏകദേശം ഒപ്പം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നല്ല നൈസായി അരച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് രാവിലെ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക കേട്ടോ. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളപ്പത്തിന് കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാനത് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നൈസായ അപ്പം കനം കുറച്ചപ്പമാണ് വേണ്ടത്, അതുപോലെയാണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മാവിൻ്റെ കട്ടി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ ഒരു പാനിൽ ഒഴിച്ചിട്ട് അതുപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ഈസി ആയിട്ട് പോരും കേട്ടോ. അതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ ഇതുപോലെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നൈസായ നല്ല കടലാസ് പോലത്തെ അപ്പമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.